അത് നീ പുതിയ വർക്കിൽ വല്ലതും ആണോ? ആണെങ്കിൽ എന്തേ, ഇത് നിനക്ക് മുടക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? മുടക്കാൻ ഞാൻ ആരുമല്ല എന്നാൽ നീ കഴിഞ്ഞ വർക്കിൽ തെളിയിച്ചതാണല്ലോ. പക്ഷേ ഇത്തവണ ഒരു വൈദികനാണ് ഇതിൻ്റെ ഇരയെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വന്നതാ. അതെ, വൈദികനാണ്. നല്ല ഒന്നാന്തരം പൈങ്കിളി കഥയുമാണ്. എന്താ, അങ്ങേ നിന്റെ അമ്മയുടെ മോനോ മറ്റാണോ? അതി, നീ എല്ലാ കഥയും എഴുതുന്ന പോലെ എഴുതരുത്. തമാശയ്ക്ക് പോലും അദ്ദേഹത്തിൻ്റെ നേരെ പരിഹസിച്ച് ചിരിക്കരുത്. നിന്റെ വൃത്തികെട്ട പേന കൊണ്ട് എഴുതുന്ന അദ്ദേഹത്തെ തൊടരുത്. തൊട്ടാ നീ എന്ത് ചെയ്യൂടാ? ഇത് കണ്ടോ, കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആണിത്. എന്ത് ചെയ്യും? കൊല്ലൂടാ നിന്നെ. നീ എന്നെ കൊന്നോ, പക്ഷേ എനിക്ക് പറയാനുള്ളതും കൂടെ നീ കേട്ടിട്ട് വേണം കൊല്ലാൻ. ആൽഫി, നീ പോയി പാപ്പുട്ടീനെയും നാടകക്കാരെ കൂട്ടിയിട്ട് ഓഫീസിലേക്ക് വന്നെ. പോയി കൂട്ടിക്കൊണ്ടു വാ. ശരിയാണ്, നിങ്ങൾ പോയി കളിച്ചോ. എന്താ ഈ നാടക പരിശീലനമൊക്കെ? 2 ദിവസം കൂടെ ഉള്ളൂ. നന്നായി കളിച്ചെന്നാണ് റിലാക്സ്. സാറ് കണ്ടായിരുന്നോ? ഓക്കെ. എനിക്ക് തോന്നുന്നു ഇവൻ ഇത് കഴിയുമ്പോഴത്തേക്ക് അച്ഛനായി പോകുന്നതാണ് തോന്നുന്നത്. അത് കുഴപ്പമില്ല, പോയി കളിച്ചോട്ടോ. ശരിയാ. എന്നാ പാപ്പുട്ടി, നിനക്ക് സങ്കടമായോ? ഞങ്ങൾ ചുമ്മാ ചിരിച്ചതല്ലേ. അല്ല അച്ഛൻ, എനിക്ക് വിഷമമില്ല. വലുതാമയ്ക്ക് സെമിനാറിൽ ചേരാനാണ് ഇഷ്ടം. എടാ, നീ മിടുക്കനാ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ തീരുമാനം അതേപോലെ നല്ലത് തന്നെയാണ്. ഭാവിയിൽ നല്ലൊരു വൈദികനായിട്ട് നന്നായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും കേട്ടോ. ഇപ്പം ചെല്ലട്ടോ, പോയിട്ടോ.
ഐ.ടി. എടാ നിങ്ങൾ ഇന്നലെ എനിക്കൊരു വട വേണം. ഇന്നലെ നീ കേസ് ഇറങ്ങിയായിരുന്നോ? ഇന്നലെ ആ പെണ്ണിനെ വെട്ടിയതിൻ്റെ കത്തിയില്ലേ, അത് നമ്മുടെ വികാരിയത്തിൻ്റെ പള്ളിമുറിയുടെ പുറയിൽ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഇന്നലെ മാലയം പൊട്ടിച്ചതായിരിക്കും, അല്ല കൈവർത്താൻ പറ്റിയതാണെന്ന് അറിയാൻ പറ്റുമോ? ചിലപ്പോൾ അറിയാൻ മേല, അങ്ങനെ വരാൻ മേലായില്ല. അതുകൊള്ള ശരിയാ. സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എന്റെ ഈശോയെ, ഞാൻ ഇവരോട് നിരുപാധികം ക്ഷമിക്കുന്നു. എനിക്ക് സഹിക്കാൻ ശക്തി തരണമേ. സാറേ കേട്ടോ, നമ്മുടെ മറിയക്കുട്ടി കേസിലെ അച്ഛന് കൊല്ലം കോടതി ഇന്ന് ജീവപര്യന്തം വിധിച്ചെന്ന് കേട്ടല്ലോ. അപ്പൊ അങ്ങനെ ഈ സെൻട്രൽ ജയിലിലേക്ക് ആയിരിക്കുമല്ലോ കൊണ്ടിരുന്നത് അല്ലേ സാറേ? ഈ 7 നമ്പർ സെല്ലിലാണ് അദ്ദേഹത്തിൻ്റെ വാസം. ഇതിലെന്തോ ചതിയുണ്ടെന്ന് എൻ്റെ തോന്നണേ. ഓരോരുത്തരും ഓരോ കാലക്കേടി. ഏതായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ആ, സാറിന് പിന്നെയും പണിയായി. അല്ലേലും നമുക്കിതല്ലേ പണി. സംഭവം നല്ല അറിഞ്ഞായിരുന്നോ? എന്നാ സംഭവം? സംഭവം ആ മറിയക്കുട്ടി കൊലപാതകല്ലേ, ആ കേസിലെ പ്രതി ഇവിടെ അച്ഛനാ നീ വേണ്ടിട്ട്. ആ പിന്നെ പുള്ളിനെ ഇപ്പൊ കൊണ്ട് പിടിക്കാൻ വേണ്ടി പോയിക്കോ. നിങ്ങൾ ആരും അറിഞ്ഞില്ലായിരുന്നോ? ആ അത് ശരി. ഇപ്പൊ എവിടെയായിരുന്നു? ഇതൊക്കെ ഭയങ്കര പ്രശ്നമല്ലടാ പുള്ളേ. നമ്മൾ വലുത് അറിഞ്ഞിട്ടുള്ള കേസ് വല്ലതാണോ? അച്ഛനെ കൊണ്ടുവരാൻ വേണ്ടി പോയത്. എന്തായാലും കണ്ടിട്ടാണ് ബാക്കി കാര്യം. എടാ നിങ്ങളിങ്ങനെ മാറിക്കല്ലേ ഒരു സെക്കൻഡ്. വേണ്ട വാ. ഇറങ്ങിവിടും. ഡ്രസ് എടുക്ക്. ഇതാ തുറക്ക. വല്ലം കഴിച്ച് ചോറ് വേണ്ടേ? വേണം. എടോ അവിടെ എവിടെ ചോറ് കിട്ടാൻ നോക്കിയേ, സമയം കഴിഞ്ഞു. ചോറ് അച്ഛാ, ചോറ്.
ഇഷ്ടം. കേറ്. ഇതാണ് സെല്ല്. ഓ എന്റെ ദൈവമേ, ഒരു മനുഷ്യൻ ഇത്രയും കണ്ണീരോ? ഞാൻ ബെനഡിക്റ്റ് എന്ന പുരോഹിതൻ, സഹനത്തിന്റെ ചൂളയിൽ ഉരുക്കി വാർക്കാൻ ദൈവമയച്ച പുരോഹിതൻ. ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ഇവരോട് പൊറുക്കണമേ എന്ന പ്രാർത്ഥന മരണം വരെ ഉരുവിട്ട സഹനദാസനാണ് ഞാൻ. ഉലയിൽ ഒരുക്കിയ സ്വർണമാകാൻ സഹനത്തിന്റെ ചൂളയിൽ എരിഞ്ഞേ പറ്റൂ. എന്റെ കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം നിറവേറട്ടെ. കുരിശിനെ നോക്കി മുന്നോട്ടു പോകാൻ കരുത്തു നൽകും ദിവ്യകാരുണ്യമേ, സഹനങ്ങളെല്ലാം നിന്റെ കുരിശോട് ചേർത്തു വച്ചു. സുഖമായുറങ്ങിടും ഞാൻ, സുഖമായുറങ്ങിടും ഞാൻ. ജിത്തു, നിന്നോട് ആരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ചെറുപ്പത്തിൽ അയാൾ കളിച്ച നാടകം പോലെ ഇത് മറം പറ്റിയതെന്നാണോ? എനിക്ക് വിശ്വാസം വരുന്നില്ല. കഥയൊന്നും ആയില്ല മതി. നീ അല്പം ക്ഷമ എന്നോട് കാണിക്കുക. നീ ഈ കഥയെല്ലാം കേട്ട് കഴിയുമ്പോൾ നീ ഒരു പുതിയ മനുഷ്യനായി മാറും. നീ പുതിയൊരു തിരക്കഥ എഴുതും. ആ അച്ഛൻ നിന്നെ കൂടെ അത് എഴുതിപ്പിക്കും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇച്ചാച്ച, അമ്മച്ചി, ഞാൻ കഴിഞ്ഞ ദുഃഖാന തിരുനാളിന് ഇച്ചാച്ചൻ്റെ അമ്മച്ചിയുടെയും അടുത്ത് വന്നു പോയതാണല്ലോ. പിന്നീട് അപ്രതീക്ഷിതമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എൻ്റെ ഇച്ചാച്ച, ആദ്യം അല്പം വേദന തോന്നി. എങ്കിലും ഞാൻ ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങുന്നു. എന്നെ ഓർത്ത് എൻ്റെ ഇച്ചാച്ചനും അമ്മച്ചിയും കരയല്ലേ. എനിക്കത് മാത്രം മതി. എനിക്ക് ജന്മം തന്ന എൻ്റെ ഇച്ചാച്ച, അമ്മച്ചി, നിങ്ങളുടെ മകനായ ഞാൻ ഒരു കാര്യം അറിയിക്കട്ടെ. എൻ്റെ പേരിലുള്ള ഈ കേസിൻ്റെ അടിസ്ഥാനമായി പറയുന്നത് മറിയക്കുട്ടിയിൽ എനിക്കൊരു കുട്ടി ജനിച്ചെന്നാണല്ലോ. എൻ്റെ അമ്മച്ചി, എന്നിൽ നിന്ന് മറിയക്കുട്ടിക്കെന്നല്ല, ലോകത്തിൽ ഒരു സ്ത്രീക്കും ഒരു കുട്ടിയും ജനിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെ സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് അമ്മച്ചി.
ആരെല്ലാം സംശയിച്ചാലും എന്ത് തന്നെ സംശയിച്ചാലും എൻ്റെ ഇച്ചാച്ചനും അമ്മച്ചിയും ധൈര്യമായിട്ടിരിക്കണേ. ഈ വലിയ ത്യാഗം ഈശോ ആവശ്യപ്പെടുന്നതാ. ഇതിന് പ്രതിഫലം ഈശോ നമുക്ക് തരാതിരിക്കില്ല. നിങ്ങൾ എന്നെ സംശയിക്കില്ല എന്ന ഉറപ്പോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചും എല്ലാവരുടെയും പ്രാർത്ഥന യാചിച്ചും നിങ്ങളുടെ സ്വന്തം മകൻ ഫാദർ ബെനഡിക്റ്റ് ഓണംകുളം. കരയരുത്. എന്തിനാ കരയുന്നത്? കരയരുന്നല്ലേ അവൻ പറഞ്ഞത്. കരയരുത്. നൊന്തുപറ്റ വയറിന് അതിൻ്റെ വില അറിയത്തുള്ളൂ. എൻ്റെ പാപ്പുട്ടി പാവം, അവൻ എന്തുമാത്രം സഹിച്ചു. അവനോട് ഈ ദ്രോഹം ചെയ്തവരോട് ക്ഷമിക്കാൻ ദൈവമേ എനിക്ക് ശക്തി തരണമേ. അമ്മ ഇന്നും ആശുപത്രിയിലേക്ക് പോകുന്നില്ലേ? ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. എൻ്റെ പേഷ്യൻസിനെയൊക്കെ നിനക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടേക്കില്ല. ഇല്ല. അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നത്? അമ്മയ്ക്ക് എന്ത് പറ്റി? കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. അമ്മയ്ക്ക് വല്ല സൈക്കാട്രിസ്റ്റ് സപ്പോർട്ട് വല്ലതും വേണോ? ഐ മീൻ പിൽസ് വല്ലോ? പിൽസ്? എനിക്ക് ഭ്രാന്താ. എനിക്കല്ല, ഈ വീട്ടിലുള്ളവർക്കെല്ലാം ഭ്രാന്താ. ഇതൊരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ. നിന്റെ അപ്പൻ പാവപ്പെട്ട രോഗികളെ ദ്രോഹിച്ചും അനധികൃതമായിട്ട് സമ്പാദിച്ചതുമൊക്കെ ചേർത്ത് എല്ലാം നശിപ്പിച്ചില്ലേ? ഇപ്പം നീ ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണോന്ന്? അത് എനിക്ക് ഭ്രാന്താ. സോറി അമ്മ. അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചതാ. സോറി അമ്മ. നമുക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണം. അതെ, ഇതിനൊരു പരിഹാരം, ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണം. നീ നാളെ ലീവ് എടുക്കണം. ശരി അമ്മ. സ്തുതിയായിരിക്കട്ടെ. ഞങ്ങൾക്ക് ബെനഡിക്റ്റ് അച്ഛനെ ഒന്ന് കാണാൻ സാധിക്കുമോ? അച്ഛന് തീരെ സുഖമില്ലല്ലോ. അച്ഛൻ നിങ്ങളെവിടുന്നാ വരുന്നത്? ഞങ്ങൾക്ക് അച്ഛനെ അറിയാം, പക്ഷേ അച്ഛന് ഞങ്ങളെ അത്ര പരിചയമില്ല. പക്ഷെ ഞങ്ങൾക്ക് അച്ഛനെ കണ്ടേ തീരൂ സിസ്റ്റർ. നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാൻ ചെന്ന് അച്ഛനോട് പറയാം. ഓക്കെ, താങ്ക് യു.
അച്ഛാ, പാർലറിൽ വിസിറ്റേഴ്സ് ഉണ്ട്. ആരാ? ഞാൻ ആരും വരുമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ഞാൻ ചോദിച്ചു, അവർ ദൂരേന്നാ വരുന്നതെന്ന് പറഞ്ഞു. അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ വരുമെന്ന് പറഞ്ഞേക്കട്ടെ. ആ, നോക്കാം, ആരാന്ന് നോക്കാം. ആരാ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ എവിടുന്നാ വരുന്നേ? അച്ഛന് ഞങ്ങളെ അറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അച്ഛനെ അറിയാം. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. എന്തിനാ കരയുന്നേ? എന്റെ ഭർത്താവും കൂട്ടുകാരനും കാരണമാണ് അച്ഛൻ ഒത്തിരിയേ സഹിക്കേണ്ടി വന്നത്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ കാര്യം? കരയാതെ പറഞ്ഞോളൂ. മറിയക്കുട്ടി കൊലക്കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ആ, ഇതാര്? മറിയക്കുട്ടിയോ? എല്ലാം ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കയറി വരൂ. എന്താ മറിയക്കുട്ടി വിശേഷം? എൻ്റെ അവസ്ഥ ഓരോ ദിവസം ചെല്ലും തോറും കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക അച്ഛാ. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. മറിയക്കുട്ടി, എപ്പോഴും ഒരാളെ തന്നെ ആശ്രയിച്ച് ജീവിക്കാൻ നോക്കുമ്പോൾ അത് വലിയ പ്രയാസമാണ്. എവിടെയെങ്കിലും ഒരു സ്ഥിര വരുമാനമുള്ള ജോലി നോക്കിയെടുക്കേണ്ടത് വലിയ ആവശ്യമായിട്ട് തോന്നുന്നു. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല അച്ഛാ. എനിക്കും ആഗ്രഹമുണ്ട് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുകയാണെങ്കിൽ കുടുംബം രക്ഷപ്പെടുമല്ലോ. പക്ഷേ എന്ത് ചെയ്യാനാ? ഇപ്പോൾ ഒരു കാര്യമുള്ളത്, എനിക്ക് പരിചയമുള്ള ഒരാൾ ജോലിക്കാരെ സംസാരിക്കാൻ നാളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ പോകുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ വന്നത് അച്ഛൻ. നല്ല കാര്യം, തീർച്ചയായിട്ടും. എന്തായാലും പോയി വരൂ, ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്നാൽ ശരി അച്ഛാ. ശരി. അവൾ വരുന്നുണ്ട്. ഇന്ന് അവളുടെ വയറ്റിൽ വരുന്ന കൊച്ചിനെ നിങ്ങൾ എന്ത് കാണിച്ചിട്ടാണെങ്കിലും അതിന് തീർത്ത് തന്നേക്കണം. നീ ധൈര്യമായിട്ടിരിക്കേ. ഞങ്ങൾ പിന്നെ എന്തിനാ നിൻ്റെ കൂടെ ഡോക്ടർമാരാന്ന് പറഞ്ഞ് നടക്കുന്നത്? നൈസായിട്ട് തീർത്ത് തരാം. ഇനിയിപ്പോൾ നിങ്ങളെങ്ങോട്ട് രണ്ടുപേരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. നീ ധൈര്യമായിട്ടിരിക്കേ. എന്താ മറിയക്കുട്ടി, നടന്ന് ക്ഷീണിച്ചോ? നീ എന്തായാലും കൊച്ചിനെ കൊണ്ടുവരാതെ വന്നത് നന്നായി. എത്ര ദൂരം നടന്നാലും വേണ്ടില്ല, എനിക്കൊരു ജോലി കിട്ടുമല്ലോ എന്ന് ഓർത്താൽ ഞാനിവിടെ വരെ വന്നത്. എവിടെയാ ജോലി? ഇനിയിപ്പോൾ ഇത്ര നേരമായില്ലേ, ഇന്നിനി വീട്ടിൽ പോകണ്ട. ഇത് എൻ്റെ രണ്ട് കൂട്ടുകാരന്മാരാണ്. ഇന്ന് ഇവരുടെ വീട്ടിൽ തങ്ങിയിട്ട് നാളെ പോവാം. അതെങ്ങനെ ശരിയാവും?
എനിക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം നിനക്ക് പറയാനുള്ളത്? എൻ്റെ വയറ്റ് വളരുന്ന കുഞ്ഞിൻ്റെ കാര്യമോ? ആ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഇതിനെ ഞാൻ കളയില്ല. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ബുദ്ധിമോശം കാണിക്കരുതെന്ന്. പറ്റിപ്പോയില്ല, ഇനി എന്നാ ചെയ്യണമെന്ന് നിങ്ങൾ ആരും പറ. എഴുന്നേക്ക്. പിടിച്ചേ, നീ അവിടെ പിടിക്കുക, കാലം പിടിക്കടാ. ബുദ്ധിമോശം കാണിച്ചിട്ട് ഈ നീണ്ട 34 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത്? എനിക്ക് ആരോടും പരാതിയില്ല, ആരോടും പരിഭവമില്ല. നിങ്ങൾ പൊക്കോളൂ. അച്ഛൻ സഹിക്കേണ്ടി വന്നത് എൻ്റെ ചാച്ചൻ കാരണം. എൻ്റെ ചാച്ചനും കൂട്ടുകാരും കൂടെ കൂടിയാണ് മറിയക്കുട്ടിയെ കൊന്നത്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കുക. അയാൾ കാരണം കുടുംബം നശിച്ചു, സമ്പാദ്യമെല്ലാം തീർന്നു. എൻ്റെ കൊച്ചുമക്കളൊക്കെ മന്ദബുദ്ധികളായി. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ കരയണ്ട. ഒരായുസ് മുഴുവനുള്ള കരയാനുള്ളത് ഞാൻ ജയിലിൽ കിടന്ന് കരഞ്ഞു തീർത്തതാ. എന്തെങ്കിലും സത്യം പുറത്തു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിപ്പോ സംഭവിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരൊറ്റ വിഷമമുള്ളൂ. ഇത് കാണാൻ, ഇതൊന്നറിയാൻ എൻ്റെ ഈ ചാച്ചനും എൻ്റെ അമ്മച്ചിയും ഇല്ലാതെ പോയല്ലോ. എനിക്ക് നിങ്ങളോട് ഒരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല, ആരോടും വിഷമവും ഇല്ല. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ. ദൈവം അനുഗ്രഹിക്കും. ആദി, ഇതാണ് സത്യം. എൻ്റെ അപ്പനാണ് ആ സ്ത്രീയെ കൊന്നത്. അവരെല്ലാം കൂടെ തെളിവുകളെല്ലാം ആ പാവം അച്ഛൻ്റെ തലയിൽ കെട്ടിവെച്ചതാ. സത്യം നീ എഴുതണം, ലോകമറിയട്ടെ സത്യം. ജിത്ത്, നീ എന്നോട് ക്ഷമിക്കണം. ഇനി ഞാൻ എല്ലാ കഥകൾ പാവലിയുടെ സിനിമയാക്കില്ല. നീ ഇതെല്ലാം പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആ ജീവിതത്തെ പറ്റി ഒരു പേര് വരുന്നു.